നമസ്കാരം. ലഷ്കർ ഇ തോയ്ബയ്ക്ക് ഇപ്പോൾ കഷ്ടകാലത്തിൻ്റെ സമയമാണ് എന്ന് തോന്നുന്നു. അമീർ ഹംസയ്ക്ക് വെടിയേറ്റു. ഏതോ ഒരു അജ്ഞാതൻ വന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇന്നിപ്പോൾ ഇതാ ഉമർ ഹാരിസ് സൗദി അറേബ്യയിൽ പിടിക്കപ്പെട്ടു. ഖർഗോഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ഭീകരവാദിയാണ്. ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരവാദിയാണ് ഈ ഉമർ ഹാരിസ് എന്ന് പറയുന്നത്. ഉമർ ഹാരിസിന് സൗദി അറേബ്യയിൽ വെച്ച് പിടിക്കപ്പെട്ടു. അങ്ങനെ ഓരോ ആൾക്കാരും ഈ അമീർ ഹംസയ്ക്ക് മുൻപേ തന്നെ പല ഭീകരന്മാർ, ലഷ്കർ ഇ തോയ്ബയുടെ പല ഭീകരർക്കും ഇങ്ങനെ അജ്ഞാതരിൽ നിന്ന് വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇന്ത്യ ടാർഗറ്റ് ചെയ്ത ഭീകരന്മാരാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ആരാണ് കൊന്നതെന്നൊന്നും അറിയില്ല. നിരന്തരമായിട്ട് ഇത്തരം ഭീകരവാദികൾ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പാകിസ്ഥാനിലെ ചില സംഭവ വികാസങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ നിരന്തരം ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഇനി ബലൂചിസ്ഥാൻ എന്നുള്ള ബലൂജ് ആർമിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണോ, ഇനി മറ്റാരെങ്കിലും ടെഹ്രീക്ക് താലിബാൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നതാണോ, ഇതൊന്നും അറിയില്ല. പക്ഷേ കൊല്ലപ്പെടുന്നുണ്ട്. അവർക്ക് കഷ്ടകാലത്തിൻ്റെ സമയവുമാണ്. പിടിക്കപ്പെടേണ്ടവരെല്ലാം പിടിക്കപ്പെടുന്നുമുണ്ട്. എന്തായാലും വളരെ നല്ല കാര്യമാണ്. 2012 ഈ ഭീകരൻ ഈ ഉമർ ഹാരിസ് ജമ്മു കശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയത്. പിന്നീട് ശ്രീനഗറിലേക്കും രാജസ്ഥാനിലെ ചില ഭാഗങ്ങളിലേക്കൊക്കെ ഇയാൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ഇയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു സമയത്ത് ഇന്തോനേഷ്യ വഴി നേരെ സൗദി അറേബ്യയിലേക്ക് നാട് കടക്കുകയായിരുന്നു. ഇപ്പോൾ സൗദിയിൽ വെച്ച് പിടിക്കപ്പെട്ടു. നയതന്ത്ര ചാനൽ വഴി ഉടൻ തന്നെ ഇനി ഇന്ത്യയിലേക്കും ഈ ഭീകരനെ എത്തിക്കുന്നതാണ്. 16 വർഷം പല ഭാഗങ്ങളിലായിട്ട് കറങ്ങി നടന്ന് ഒടുവിൽ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പോകുന്നുണ്ട്. പ്രാദേശികമായിട്ട് ഇയാൾക്ക് പല കുറ്റവാളികളുമായിട്ടും പല ഭീകരന്മാരുമായിട്ടും ബന്ധമുണ്ട്. ആ പ്രാദേശിക ഭീകരന്മാരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇയാൾ പല ഓപ്പറേഷൻസും നടത്തിക്കൊണ്ടിരുന്നത്. ഈ മുഹമ്മദ് നഖീഫ് ഭട്ട്, ആദിൽ റാഷിദ് ഭട്ട് തുടങ്ങിയ ഗുലാം മുഹമ്മദ് മീർ തുടങ്ങിയ ആൾക്കാരുമായിട്ട് ചേർന്നിട്ടായിരുന്നു ഇയാൾ പലതരത്തിലുള്ള പദ്ധതികളെല്ലാം ഓർഗനൈസ് ചെയ്തിരുന്നത്. അങ്ങനെ വളരെ സൗഭാഗ്യത്തോടുകൂടി സുഭിക്ഷതയോടുകൂടി ഇയാൾ ജീവിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും മോദി സർക്കാരിൻ്റെ കീഴിൽ ഒരു ഭീകരനും അധിക നാൾ സ്വതന്ത്രമായി വാഴുവാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. ഇനി എത്ര വലിയ മദ്രസ പൊട്ടനായാലും ശരി തന്നെ ഇയാൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മദ്രസ എന്ന് ഉദ്ദേശിച്ചത് ഒരു കാരണവശാലും ഇസ്ലാം മതത്തിൻ്റെ ഒരു ബിംബം എന്ന നിലയിലല്ല. ഇത്തരം ആൾക്കാരെല്ലാവരും തന്നെ അന്ധമായ രീതിയിൽ മദ്രസകളെ അവരുടേതായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവരുടേതായ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഇവർക്ക് അധിക ആയുസ്സൊന്നുമില്ല. ഉടനടി ശിക്ഷ കിട്ടും. ഉടനടി തന്നെ നല്ല മുട്ടൻ പണി കിട്ടും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇയാളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കൂട്ടാളികളായിട്ട് നിരന്തരമായി അടുത്തുള്ള അനുയായികളായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഉസ്മാൻ ഖുബൈബ്, അബൂ ഹുറൈറ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവർക്കും വലിയ രക്ഷയില്ല എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ലഷ്കർ ഇ തോയ്ബ അടപടലം പൂട്ടാനുള്ള എല്ലാ പരിപാടികളും കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആയിട്ടുണ്ട്. ഇവരുടെ ഒരു ഗൂഢപദ്ധതികളും ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്നതേയില്ല. നേരത്തെ മുംബൈ മോഡൽ ഒരു ഭീകരാക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടിരുന്നു. 5000-ഓളം ആൾക്കാരെയാണ് കശ്മീരിൻ്റെ പല ഭാഗത്തുനിന്നായിട്ട് ഇവർ തേടിപ്പിടിച്ച് കൊണ്ടുവന്നത്. പക്ഷേ ഈ ആൾക്കാരെല്ലാവരും തന്നെ പലരും പല ഭാഗത്തേക്ക് പോയി പലരെയും പല രീതിയിലായിട്ട് വെടിവെച്ച് തീർത്ത് കളഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ലഷ്കർ ഇ തോയ്ബ നടത്തുന്ന ഒരു പദ്ധതിക്കും ഇനി നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായൊരു വസ്തുത. അവരിനി ഇന്ത്യക്കകത്ത് വെച്ച് ചില ലോക്കലി കിട്ടുന്ന ചില ആൾക്കാർ നേരത്തെ ചെങ്കോട്ടയിൽ നടത്തിയ ഭീകരാക്രമണമൊക്കെ നടത്താൻ പോയതുപോലെ അത്തരത്തിൽ ലോക്കലി ചില ഡോക്ടേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയുണ്ടായി. അതായത് ഈ ട്രൈഅസറ്റോൺ ടെട്രാപ്രോക്സൈഡ് എന്ന് തുടങ്ങിയിട്ടുള്ള വായുവുമായിട്ട് സമ്പർക്കം വന്നാൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇവർ കണ്ടെത്തിയിരുന്നു. അതായത് ഈ ഒരുപാട് ദൂരത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തുനിന്ന് RDX ഒക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇന്ത്യക്കകത്ത് കൊണ്ടുവന്ന് ഈ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് താരതമ്യേന അപകടകരമായ ഒരു പദ്ധതിയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ ഈ ട്രൈഅസറ്റോൺ ടെട്രാപ്രോക്സൈഡ് ഈ മൂലകം ഇവിടെ ഈ ഡോക്ടേഴ്സ് വെച്ചിട്ട് ഈ അറേഞ്ച് ചെയ്ത ഈ മൂലകത്തിനകത്ത് ഇവർക്ക് വേണ്ട കുപ്പിച്ചില്ലും മറ്റ് കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് ഇതിനെ കൂടുതൽ മാരകമാക്കി തീർത്തുകൊണ്ടുള്ള ഒരു സ്ഫോടക വസ്തുക്കളാണ് ഇവർ ഉദ്ദേശിച്ചത്.
അങ്ങനെ പല ഭാഗങ്ങൾക്ക് ഇപ്പോൾ ശ്രീനഗറിലൊക്കെ ഇവർ ഇതിനുള്ള സാധ്യതകൾ, അതായത് ഈ വായു കിടക്കാത്ത വളരെ ഇരുണ്ട ഒരു പ്രദേശത്തായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത്. ഈ പ്രദേശത്ത് നിന്ന് തന്നെ വലിയ രീതിയിൽ റെയ്ഡ് നടത്തി ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞു. രാജസ്ഥാനും ഹരിയാനയിലും ഒക്കെ ഇവർ ഈ തരത്തിലുള്ള പദ്ധതികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതും പിടിക്കപ്പെട്ടു. അങ്ങനെ ഇവരുപയോഗിക്കാൻ ഇവർ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഉടനടി പിടിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം ഈ ഭീകരവാദികൾക്കിടയിൽ തന്നെ ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇവരെവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ട്രാക്ക് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഭീകരവാദികൾക്ക് ഇടവും വലവും തിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഈ POK പോലും അധിക നാൾ നിലനിൽപ്പില്ല. ഈ POK ഒക്കെയാണ് ഈ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പർദീസയായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അവർക്ക് പല കാര്യങ്ങളും അവിടെ ചെയ്യുവാൻ പറ്റും. ഈ ഡ്രഗ് കാർട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മേഖലയിലാണ് അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് കടത്തൊക്കെ ഈ മേഖലയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കയറി വരുന്നതൊക്കെ. പക്ഷേ ഈ മേഖല പോലും അടിച്ച് തകർക്കപ്പെടും. ആ POK പോലും ഇന്ത്യയോട് ചേർക്കാനുള്ള എല്ലാ സകല പദ്ധതികളും റെഡിയാക്കി കഴിഞ്ഞു. ഓരോന്നായിട്ട് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ ഇവരിപ്പോൾ എതിർക്കുന്നുണ്ട്. യൂണിഫോം സിവിൽ കോഡ് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഏത് രാഹുൽ ഗാന്ധി വിചാരിച്ചാലും വരും, ഏത് സോണിയാഗാന്ധി വിചാരിച്ചാലും വരും, ഏത് സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധി വിചാരിച്ചാലും അത് വന്നിരിക്കും. അതിനകത്ത് ഒരു സംശയവുമില്ല. ഇനി രാജീവ് ഗാന്ധി അറ്റാക്ക് ചെയ്ത പോലെ അറ്റാക്ക് ചെയ്യാമെന്നൊന്നും ആരും ധരിക്കേണ്ട. അതിനെല്ലാം വളരെ കൃത്യമായിട്ട്, അതായത് മുമ്പ് ദിവാകരൻ പറഞ്ഞതുപോലെ ആണുങ്ങൾ ഭരിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുവാൻ അറിയാം. ഇത് ഫെമിനിസത്തിന് എതിരെ സംസാരിക്കുന്നതൊന്നുമല്ല. പക്ഷേ ഈ രീതിയിൽ വളരെ കൃത്യമായി നല്ല ബോധ്യമുള്ള ചങ്കൂറ്റമുള്ള ഭാരതീയതയുള്ള ഭരണകൂടം ഭാരതത്തിൽ ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭീകരവാദികളെ പണ്ട് സ്കോർ ബോർഡിലെ എണ്ണം എഴുതി ചേർക്കുന്നത് പോലെ ഭീകരവാദികൾക്ക് വന്ന് തട്ടിക്കളിക്കുവാനുള്ള ആൾക്കാരല്ല ഇന്ത്യക്കകത്തുള്ളത്. ഭീകരവാദികൾ തട്ടിക്കളിക്കാനുള്ള ആൾക്കാർ തന്നെയാണ്, തട്ടിത്തീർക്കാനുള്ള ആൾക്കാർ തന്നെയാണ്. അത് നിരന്തരം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. കൃത്യമായി പണി അറിയാവുന്നവൻ പണിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു നിലനിൽപ്പുമില്ല. ഇനി കുറുക്കൻ ഓരിയിടും പോലെ പല ഭാഗത്തുനിന്ന് ഓരിയിടുന്ന പല ആൾക്കാരുമുണ്ട്. അവരെ കണ്ടിട്ട് കൊതിക്കുകയും വേണ്ട. അവരവിടെ ഇരുന്ന് ഓരിയിട്ടുകൊണ്ടിരിക്കും. ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് കാറി കൂവിക്കൊണ്ടിരിക്കും. പക്ഷേ ജനാധിപത്യം വളരെ കൃത്യമായിട്ട് മറ്റ് ജനങ്ങളുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും ചോദ്യം ചെയ്യാതെ അവരെ ദ്രോഹിക്കാതെ കഴിയുന്ന മനുഷ്യർക്ക് മാത്രമാണ് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുവാനുള്ള അവകാശം. അല്ലാത്ത ഒരു ഭീകരവാദിക്കും ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുവാനുള്ള അവകാശമില്ല. മതഭീകരവാദം നടത്തുന്നവന് ഒരു ജനാധിപത്യവുമില്ല. അവരെ കൊന്നു തള്ളേണ്ടവനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യും, കൃത്യമായിട്ട് തന്നെ അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭീകരവാദി, അതായത് ലഷ്കർ-ഇ തയ്യബയുടെ ഭീകരവാദികളെ ഓരോന്നായിട്ട് ഓരോരുത്തരെയായിട്ട് തട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിയിരിക്കും. അത് തീർച്ചയായിട്ടും ആരൊക്കെ എതിർത്താലും ഈ കാര്യമൊക്കെ ചെയ്തിരിക്കും. പിടിക്കപ്പെടേണ്ടവൻ പിടിക്കപ്പെട്ടുമിരിക്കും. ഇനി ജെയ്ഷ് ഇ മുഹമ്മദും മറ്റ് ഭീകരവാദ സംഘടനകളൊക്കെ ഉണ്ട്. ഇനി ഇവരെ സഹായിക്കുന്ന ഡിജിറ്റൽ ഭീകരവാദമുണ്ട്. അതോടൊപ്പം തന്നെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഇനി ഈ തരത്തിലുള്ള ആർക്കും തന്നെ ഒരു തരത്തിലുള്ള നിലനിൽപ്പുമില്ല. TCSൽ നടത്തിയ പോലെയുള്ള ചില ഗ്രൂമിംഗ് ഗ്യാങ്സുകളൊക്കെ നടത്തുന്നുണ്ട്. ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾക്കും ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല. കാരണം ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെയും പിടിക്കും. കുറച്ച് ദിവസമൊക്കെ തട്ടിയും തെരിച്ചുമൊക്കെ തിരിഞ്ഞ് നടക്കാനൊക്കെ പറ്റിയെന്നിരിക്കും. പക്ഷേ എല്ലാ കാലത്തും അങ്ങനെ നടക്കാൻ പറ്റുമെന്നൊന്നും വിചാരിക്കേണ്ട. ഭാരതീയൻ പൗരന്മാരെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറം ലോകം പോലും പിന്നെ അവർ കാണില്ല. ഈ പറയുന്ന പോലെ ഡാനിഷ് ഷെയ്ഖോ നിദാ ഖാനോ ആര് വന്നാലും ശരി തന്നെ ഇനി ഇവർക്കെതിരെ എന്തായാലും അത് തന്നെയാണ് ഇവിടെ ലഷ്കർ-ഇ തയ്യബയ്ക്കും സംഭവിക്കുന്നത്. ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞാൽ മുച്ചൂടും മുടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുച്ചൂടും മുടിക്കും. ഇന്ത്യ ഇനി എത്ര ഇസ്രായേൽ എന്ന് കണക്കാക്കിയാലും കുഴപ്പമില്ല. ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ എന്ന് ഭാരതത്തെ കണക്കാക്കിക്കൊള്ളൂ, ഹിന്ദു ഇസ്രായേൽ എന്ന് ഭാരതത്തെ കണക്കാക്കിക്കൊള്ളൂ. അങ്ങനെയൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലഷ്കർ-ഇ തയ്യബയെ മുച്ചൂടും മുടിക്കും എന്ന് പറഞ്ഞാൽ മുടിച്ചിരിക്കും. അത് അകത്താക്കേണ്ടവരെ അകത്താക്കിയിരിക്കും, തീർക്കേണ്ടവരെ തീർത്തിരിക്കും. ലഷ്കർ-ഇ തയ്യബ എന്നല്ല, എല്ലാ ഭീകരവാദ സംഘടനകളെയും. ഇനി ഇറാൻ യുദ്ധം കഴിഞ്ഞ് ഇസ്രായേലും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ ഭീകരവാദ സംഘടനകളെയും ഭീകരവാദ രാജ്യങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നത് ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കിയിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ്
ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.